പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പാപവും പാപസാഹചര്യങ്ങളും നൽകുന്ന സ്വാധീന മേഖലകളിൽ നിന്നൊക്കെ നമ്മെ കാത്തു സൂക്ഷിക്കുവാനായിട്ട്, നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട്, തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഒരപ്പത്തിൻ്റെ ഇത്രമാത്രം ഒരു ചെറിയ രൂപമാകുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത് നമ്മളോടുള്ള സ്നേഹമാണ്. ഈ ലോകാവസാനത്തോളം നമ്മളോടുകൂടി ഇരിക്കുവാൻ, നമ്മളിൽ വസിക്കുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ വിശുദ്ധീകരിക്കുവാൻ വിശുദ്ധ കുർബാനയായിട്ട് മാറിക്കൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ, ഈ പുണ്യ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യത്തിലേക്ക് വിശുദ്ധ കുർബാനയായി ദിവ്യ കാരുണ്യമായിട്ട് കടന്നു വരുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. കർത്താവിനെ കരങ്ങളുയർത്തി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ദിവ്യകാരുണ്യമായിട്ട് കടന്നു വരുന്ന ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. 1854 9-ാം പിയൂസ് മാർപ്പാപ്പ അവർണ്ണനീയനായ ദൈവമെന്ന തിരുവെഴുത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ അമനോത്ഭവം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. പരിശുദ്ധ അമ്മയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തിരുസഭ നമുക്ക് നൽകുന്നത് പ്രധാനമായിട്ടും 4 വിശ്വാസ സത്യങ്ങളാണ്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ അമനോത്ഭവം, രണ്ടാമത് പരിശുദ്ധ അമ്മയുടെ നിത്യ കന്യകാത്വം, മൂന്നാമത് പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വം, നാലാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. പ്രിയമുള്ളവരെ, ഈ വിശ്വാസ സത്യങ്ങളെല്ലാം വിളിച്ചോതുന്നത് പരിശുദ്ധ അമ്മയെ തൻ്റെ തിരുക്കുമാരൻ്റെ അമ്മയാക്കുവാൻ ദൈവം അന്ന പുണ്യവതിയുടെ ഉദരത്തിലെ തിരഞ്ഞെടുത്തുവെന്നതാണ്. മറിയത്തെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആദ്യ നിമിഷങ്ങൾ മുതൽ, അറ്റ് ദ വെരി മോമെൻ്റ് ഓഫ് കൺസെപ്ഷൻ മുതൽ അമ്മയെ ഇമാക്കുലേറ്റായി, അമനോത്ഭവയായി, പാപത്തിൻ്റെ യാതൊരു സ്വാധീനവുമില്ലാതെ പാപരഹിതമായ രീതിയിൽ ദൈവം തൻ്റെ കരുണയാൽ പ്രിസേർവ് ചെയ്ത് കാത്ത് സൂക്ഷിച്ചു. അമനോത്ഭവം എന്ന് പറയുന്നത് ആദവും ഹവ്വായും പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആ വലിയ ദൈവീക സാന്നിധ്യത്തിൻ്റെ, പാപത്തിൻ്റെ കറകളൊന്നുമേൽക്കാത്ത ആ വലിയ ദൈവാനുഭവത്തിൻ്റെ അവസ്ഥയാണ്. സകല ജനങ്ങളും ഉത്ഭവപാപത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മ ദൈവത്താൽ പ്രത്യേകമായി ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും പ്രിസേർവ് ചെയ്ത് ഇമാക്കുലേറ്റ് അമനോത്ഭവയായിട്ട് കാത്തു സൂക്ഷിക്കുകയാണ്. പറുദീസ ദൈവത്തിൻ്റെ വാസസ്ഥലമാണെങ്കിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഉദരം ദൈവത്തിന് പിറക്കുവാൻ തക്കവിധം ഭൂമിയിലെ പറുദീസയാക്കി മാറ്റി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മയുടെ സമർപ്പണത്താൽ അവൾ തൻ്റെ ഉദരം ദൈവകുമാരനു വേണ്ടി ഒരുക്കിയപ്പോൾ ദൈവം അതിലും മുമ്പ്, അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് ദൈവം അവളെ ജന്മപാപത്തിൽ നിന്ന് അമനോത്ഭവയായിട്ട് കാത്തു സൂക്ഷിച്ചു. ജന്മപാപത്തിൽ നിന്നും അമ്മയുടെ ഉദരത്തിലെ ആദ്യ നിമിഷങ്ങൾ മുതൽ പരിശുദ്ധ അമ്മയെ അമനോത്ഭവയായിട്ട് ദൈവം കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മ തൻ്റെ വിളിയുടെ മഹത്വമനുസരിച്ച് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കർമ്മ പാപത്തിൽ നിന്നും
അതിൻ്റെ എല്ലാ സ്വാധീന മേഖലകളിൽ നിന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തു. ജന്മപാപത്തിൽ നിന്ന് മറിയത്തെ കാത്തു സൂക്ഷിച്ചത് ദൈവത്തിൻ്റെ ചോയ്സാണെങ്കിൽ, കർമ്മപാപത്തിൽ നിന്നും സ്വയം കാത്തു സൂക്ഷിച്ചത് മറിയത്തിൻ്റെ ചോയ്സായിരുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ സഹനത്തിൻ്റെ അവസ്ഥകളിലെല്ലാം തൻ്റെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ സാഹചര്യങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. പരാതികളൊന്നും പറയാതെ, പരിഭവങ്ങളൊന്നും ഈ ലോകത്തിനോ തൻ്റെ ചുറ്റുപാടിലുള്ളവർക്കോ നൽകാതെ, നിരാശപ്പെടുവാനോ ഏകാന്തതയുടെ തടവറയിൽ സ്വയം ശപിക്കുവാനോ ഒന്നും വിട്ടുകൊടുക്കാതെ, പാപമെന്തെന്ന് പോലും സ്വന്തം ജീവിതത്തിൽ അറിയാതെ അത്രയും പരിശുദ്ധിയോടെ പരിശുദ്ധ അമ്മ ജീവിച്ചു. ജന്മപാപത്തിൻ്റെയോ കർമ്മപാപത്തിൻ്റെയോ യാതൊരു സ്വാധീന വലയങ്ങളുമേൽക്കാതെ പരിശുദ്ധ അമ്മ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കാത്തു സൂക്ഷിച്ചപ്പോൾ ദൈവം പരിശുദ്ധ അമ്മയുടെ ശരീരം ഉടലോടെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്തത്. മാമോദീസായിലൂടെ ജന്മപാപത്തിൽ നിന്ന് വിമോചിതരായ നമ്മൾ കർമ്മ പാപത്തിൽ നിന്നും അതിൻ്റെ സ്വാധീന മേഖലയിൽ നിന്നും സ്വയം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലയങ്ങളായിട്ട് മാറാം. കർമ്മപാപത്തിൽ നിന്ന് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ കരുണയാലാണ്. വചനത്താലും കൂദാശകളാലും ദൈവം നമ്മെ കർമ്മപാപത്തിൻ്റെ സകല സ്വാധീന മേഖലകളിൽ നിന്നും വിശുദ്ധീകരിക്കുകയാണ്. കുംഭസാരം എന്ന കൂദാശയിലൂടെ കർമ്മപാപത്താൽ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് നാം മനസാന്തരപ്പെടുമ്പോൾ കർത്താവ് നമ്മെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധി അത് കർമ്മപാപത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ കാരുണ്യത്താൽ ദൈവം നമ്മെ നിത്യജീവൻ നൽകിക്കൊണ്ട് സ്വർഗത്തിൻ്റെ മക്കളായി തീരുവാനുള്ള വലിയ മേഖലകൾ നമുക്കായിട്ട് തുറന്നു തരികയാണ്. പ്രിയമുള്ളവരെ, ഈ പുണ്യ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ ദിവ്യ കാരുണ്യം അതുമാത്രമാണ് നമ്മളെ കർമ്മപാപത്തിൻ്റെ സകല മേഖലകളിൽ നിന്നും വിശുദ്ധീകരിക്കുവാനും വിമോചിപ്പിക്കുവാനും കഴിവുള്ളത്. കരുണയുടെ ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, കർമ്മപാപത്തിൽ വീണ് ഉഴലുന്ന ഞങ്ങളെ നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. നിൻ്റെ വചനത്താൽ ഞങ്ങളെ നയിക്കണമേ. നിൻ്റെ കൂദാശകളാൽ വിശുദ്ധ കുർബാന, കുംഭസാരം, മറ്റെല്ലാ കൂദാശകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ വലിയ വിശുദ്ധി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളെല്ലാം കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മയും കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിച്ചുകൊണ്ട് സമാപന ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.